ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 119 സങ്കീർത്തനം 140 വാക്യം. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. ചെറുപ്പക്കാരനും ക്രിസ്ത്യാനിയുമായ ഒരു കോളേജ് വിദ്യാർത്ഥി തൻ്റെ സ്യൂട്ട് കേസ് അടുക്കി വയ്ക്കുകയായിരുന്നു. അവൻ്റെ ഒരു സുഹൃത്ത് അവനിതെല്ലാം നോക്കിക്കൊണ്ട് അവനുമായി തമാശയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ തുണികളെല്ലാം അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആ സ്യൂട്ട് കേസ് ഏകദേശം നിറഞ്ഞിരുന്നു. അപ്പോൾ ആ ക്രിസ്തീയ യുവാവ് ഇപ്രകാരം പറഞ്ഞു: ഇനി എനിക്ക് ഒരു വിളക്കും ഒരു ദൂരദർശിനിയും ഒരു ചുറ്റികയും ഒരു കണ്ണാടിയും ഒരു കവിതാ സമാഹാരവും എഴുത്തുകളുടെ ഒരു കെട്ടും മൂർച്ചയുള്ള ഒരു വാളും കൂടെ ഇതിൽ വയ്ക്കാനുണ്ട്. അത് കേട്ട സുഹൃത്ത് ചോദിച്ചു: ഇതിനുള്ളിൽ വേണ്ടത്ര സ്ഥലമില്ലാതെ നീ എങ്ങനെ ഇതെല്ലാം ഈ സ്യൂട്ട് കേസിനുള്ളിൽ കൊള്ളിക്കും? അത്ഭുതപ്പെട്ടു നിന്ന സുഹൃത്തിനോട് ആ യുവാവ് പറഞ്ഞു: അത് വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് എൻ്റെ വേദപുസ്തകം. അത് ഇതിനുള്ളിൽ വയ്ക്കുകയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവചനമാകുന്ന വേദപുസ്തകത്തിന് താങ്കൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? അതിന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. ദൈവവചനം ജീവനാണ്. ദൈവവചനം വാളാണ്. പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. നമ്മുടെ കുറവുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ കണ്ണാടിയാണ്. നമ്മുടെ പാപങ്ങളെ ദഹിപ്പിച്ചു കളയുന്നതായ അഗ്നിയാണ്. പ്രിയമുള്ളവരെ, ആ ദൈവവചനത്തിന് മുമ്പിൽ നാം എത്രമാത്രം ഇന്ന് സമയം ചെലവഴിക്കുന്നു? ദൈവവചനവുമായി നമുക്ക് സമയം ചെലവഴിക്കാം. ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് എഴുതപ്പെട്ട വചനം നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. മടി കൂടാതെ ഓരോ ദിവസവും ഈ ആത്മീയമാവുന്ന പാല് ഭക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനം ഞങ്ങളെ വളർത്തുന്നതാണെന്ന് ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള എല്ലാ ശോഷണവും മാറുവാൻ തക്കവണ്ണം ഇന്നത്തെ വചനധ്യാനം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.